നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ വേണ്ടി ഹിന്ദു ഡെസ്പൽ ആർട്ടിക്കിൾസ് ആണ്. ഇതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ലിങ്കിങ് ആധാർ ആൻഡ് വോട്ടർ ഐ ഡി എന്നുള്ള ആർട്ടിക്കിളാണ്. നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ, ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ഇവിടെ ആധാറും അതേപോലെ വോട്ടർ ഐ ഡി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ ഇന്ത്യൻ പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആർട്ടിക്കിളും ടാർഗറ്റഡ് ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഒരു പുതിയ രീതിയിലുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ഡ്രഗ് ഈ പറഞ്ഞ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ടാർഗറ്റഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് വിഭാഗത്തിൽ വരുന്ന ഒരു മെത്തഡോളജി കൂടിയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് ഒരു ഡേറ്റാസ് ആണ്. എസ്പെഷ്യലി നമുക്ക് പ്രിലിംസിനൊക്കെ ഉപരിയായിട്ട് മെയിൻസിന് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് മൂന്നാമത്തെ ആർട്ടിക്കിൾ. ഇന്ത്യൻ സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ബേസിക്കലി അത് ഗവൺമെന്റിന്റെ തന്നെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഒരു ആർട്ടിക്കിളാണ് ഞാൻ പറഞ്ഞ റിപ്പോർട്ട് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രിലിംസിന്റെ പേരിലേക്ക് അറിഞ്ഞിരിക്കണം. ബാക്കി പറഞ്ഞ അതിനകത്ത് ഡേറ്റാസ് കൂടുതൽ നമുക്ക് മെയിൻസ് റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിളാണ്. ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴേക്കും സ്കൂളുകളിലെ ടോയ്ലറ്ററി ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഗവൺമെന്റ് സ്കൂളൊക്കെ മെയിൻലി അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആകുന്നുണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക്ക് ഓവർ ഡോസേജ് ഓഫ് പാരസെറ്റമോൾ ആണ്. അല്ലെ, ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ചെറിയൊരു പനി അല്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ തലവേനൊക്കെ വരുമ്പോഴേക്കും കൂടുതലായിട്ട് നമ്മളാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻടേക്ക് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് ആണ് പാരസെറ്റമോൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ലിവർപൂളിൽ ഈ പറഞ്ഞ പോലെ പാരസെറ്റമോളിന്റെ ഓവർ ഡോസേജ് മൂലം ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പാരസെറ്റമോളിനെ കുറിച്ചുള്ള വാർത്തകൾ. അപ്പൊ അതിന്റെ ബേസിൽ ഇപ്പോൾ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിലും ആ ഒരു പാരസെറ്റമോളിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ അതും നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പതിവ് പോലെ തന്നെ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിനുള്ളൊരു പ്രിലിംസിന്റെ MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയേണ്ട സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ഷുഡ് വോട്ടർ ഐ ഡി ബി ലിങ്ക്ഡ് വിത്ത് ആധാർ ടു കോമ്പാറ്റ് വാട്ടർ ഫ്രോഡ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആർട്ടിക്കിൾസ് വായിക്കുമ്പോഴേക്കും മെയിൻലി അതിനകത്തെ കീ പോയിന്റുകളായിരിക്കണം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതും കൂടുതലും ശ്രദ്ധിക്കേണ്ടതും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് വോട്ടർ ഐ ഡിയും, രണ്ടാമത് ഈ പറഞ്ഞ പോലെ ആധാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നതും വരുന്നുകൊണ്ടല്ല, ഈ രണ്ട് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന രണ്ട് വ്യക്തികളെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ DY ഖുറേഷി ആയാലും അല്ലെങ്കിൽ RS ശർമ്മ ആയാലും ഈ രണ്ട് കീ പോയിന്റ്സ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ബിക്കോസ് നമ്മുടെ DY ഖുറേഷി എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ SY ഖുറേഷി അദ്ദേഹം മുൻ ഈ പറഞ്ഞ പോലെ ചീഫ് ഇലക്ട്രൽ കമ്മീഷനും കൂടിയായിരുന്നു, ഇലക്ഷൻ കമ്മീഷനും കൂടിയായിരുന്നു. രണ്ടാമത്തെ ആൾ ഈ പറഞ്ഞ പോലെ RS ശർമ്മ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഈ പറഞ്ഞ പോലെ CEOയും കൂടിയായിരുന്നു. സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് രീതിയിലും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആർട്ടിക്കിളിൽ കിടക്കാൻ നമുക്ക് ബേസിക് ഒന്ന് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വോട്ടർ ഐ ഡിയും ആധാറുമായിട്ട് ബന്ധപ്പെട്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ വർഷങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിൽ നിങ്ങൾക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാൻ പറ്റുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡാണ് വോട്ടർ ഐ ഡി എന്ന് പറയുന്നത്. സോ വോട്ടർ ഐ ഡി ഇസ് എൻ ഐഡന്റിറ്റി കാർഡ് ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ടു ഇന്ത്യൻ സിറ്റിസൺസ് ഹു ആർ 18 ഇയേഴ്സ് ഓർ ഓൾഡ്. 18 അതിൽ മുകളിലോ പ്രായമുള്ള ആളുകൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ് ഇഷ്യൂഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് വോട്ടർ ഐ ഡി കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ഷൻ ഒക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് കൂടിയാണ് ഇത് വോട്ടർ ഐ ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി വോട്ടർ ഐ ഡി ഉള്ള എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റത്തില്ല കേട്ടോ. വോട്ടർ ഐ ഡി ഉണ്ടാണ് നമ്മുടെ പേര് ഈ പറഞ്ഞ പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള ജനറൽ ഇലക്ടർ റോളിനകത്ത് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വോട്ടർ ഐ ഡി ഉള്ള എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. വോട്ടർ ഐ ഡി ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൻസിയിലായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുന്നത്, നമ്മുടെ അസംബ്ലി മണ്ഡലം എന്നൊക്കെ പറയുന്നത്. ആ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള ജനറൽ ഇലക്ടർ റോളിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിവേ, രണ്ടാമത്തെ ടോപ്പിക്കാണ് ആധാർ എന്ന് പറയുന്നത്. ആധാർ നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ് ആധാർ എന്ന് പറയുന്നത്. അപ്പം 12 ഡിജിറ്റ് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ഒരു തവണ പണ്ടൊരു പരീക്ഷയിൽ ആ ഡിജിറ്റ് മാറ്റി ഈ പറഞ്ഞ പ്രിലിംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 ഡിജിറ്റ് നമ്പർ ആണെന്നുള്ള കാര്യം മറക്കരുത്. 12 ഡിജിറ്റ് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് ആധാർ എന്ന് പറയുന്നത്, ഇഷ്യൂഡ് ബൈ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ടു എവറി ഇൻഡിവിജ്വൽ റെസിഡന്റ് ഓഫ് ഇന്ത്യ. ഇവിടുത്തെ ഒരു കീവേഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെസിഡന്റ് എന്നുള്ള, നോട്ട് എ സിറ്റിസൺ എന്ന് പറഞ്ഞിരിക്കുക. നേരത്തെ വോട്ടർ ഐ ഡി നമ്മൾ കണ്ടോ ഇത് സിറ്റിസന് കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഇന്ത്യൻ സിറ്റിസൺസിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ യൂഷ്വൽ റെസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് വാക്കുകളാണ്. നമ്മൾ പലപ്പോഴും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഈ റെസിഡന്റും അതേപോലെ പെട്ടെന്ന് നമ്മൾ ഓർക്കും റെസിഡന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻസ് ആണ് ഉദ്ദേശിക്കുന്ന കാര്യം. അല്ല, കുറച്ചുകൂടെ റെസിഡന്റ് എന്ന് പറഞ്ഞ ഒരു വൈഡർ ടേം, ഒരു വലിയൊരു സൂപ്പർ സെറ്റ് ആണ് റെസിഡന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സബ്സെറ്റ് ആണ് ഈ പറഞ്ഞ പോലെ സിറ്റിസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരർത്ഥത്തിൽ പറയുവാണെങ്കിൽ മനസ്സിലാക്കാൻ പാകത്തിൽ. കാരണം റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യൻസ് ഉൾപ്പെടും. അതുപോലെ തന്നെ ഇന്ത്യയിൽ അല്പസ്വല്പം കുറച്ച് നാൾ ഈ പറഞ്ഞാൽ 6 മാസത്തിന് മുകളിൽ, കറക്റ്റ് ഡേറ്റ് പറയുവാണെങ്കിൽ 183 ദിവസത്തോളം മുകളിലായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തികളെ നമ്മൾ
നമ്മൾ പലപ്പോഴും ഇന്ത്യൻ റെസിഡൻസ് എന്ന് പറയാറുണ്ട്. വിച്ച് മീൻസ് ആധാർ എന്ന് പറയുന്നത് കൂടുതലും വേണമെങ്കിൽ ആർക്കും കൂടെ മീൻസ് ആർക്കും കൂടെ കിട്ടാനായിട്ട് സാധിക്കും, വിദേശികൾക്കും കിട്ടാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ 6 മാസത്തിന് മുകളിൽ താമസിക്കുന്ന ഒരു വിദേശിക്കും ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഫർദർ ഓൺ കുറച്ച് ദിവസം കൂടെ താമസിക്കാൻ താല്പര്യമുള്ള ഇന്ത്യൻസ് വിദേശികൾക്കും ഏത് കിട്ടാൻ സാധിക്കും, അവർക്ക് ആധാർ കിട്ടാനായിട്ട് സാധിക്കും. ഇന്ത്യൻസിന് ഓൾറെഡി തന്നെ കിട്ടും. അപ്പം ഇന്ത്യൻസിനും അതുപോലെ റെസിഡൻസ് ആയിട്ട് ഇവിടെ താമസിക്കുന്ന ഫോറിനേഴ്സിനും വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കിട്ടാൻ പറ്റുന്നതാണ് ആധാർ. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാറിന്റെ ബാക്ക് മീൻസ് ആധാറിൽ നമ്മൾ ബാക്ക് വശം നോക്കി കഴിയുമ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആധാർ ഇസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ്. കാരണം ആധാർ എന്ന് പറയുന്ന ഫോറിനേഴ്സിനും കിട്ടാൻ സാധിക്കും. അപ്പൊ ആധാർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ് മാത്രമാണ്, അത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി മാത്രമാണ്, അല്ലാതെ എന്തല്ല സിറ്റിസൺഷിപ്പ് പ്രൂഫ് അല്ല എന്നുള്ള കാര്യം ഓർക്കാം. സിറ്റിസൺഷിപ്പ് പ്രൂഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏതാണ്, നമ്മുടെ വോട്ടർ ഐ ഡി ആണെന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, സോ ഇവിടെ ആധാർ ഇസ് എ പ്രൂഫ് ഓഫ് സിറ്റിസൺ ഐഡന്റിറ്റി ആൻഡ് ഇറ്റ്സ് നോട്ട് എ സിറ്റിസൺഷിപ്പ് പ്രൂഫ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ആൻഡ് നമ്മുടെ ആധാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്ത് ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ബയോമെട്രിക് ആണ്. ബയോമെട്രിക്കും അതുപോലെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബയോമെട്രിക് ഡേറ്റാസ് ആണ്. ഇപ്പം ആധാറൊക്കെ നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇതിനകത്ത് നമ്മൾ എതിരഭിപ്രായങ്ങളൊക്കെ ഉന്നയിക്കുന്ന വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ ഈ ഡേറ്റ അതായത് എസ്പെഷ്യലി നമ്മുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഐറിസിന്റെ അങ്ങനെയൊക്കെയുള്ള പല ബയോമെട്രിക് ഡേറ്റാസ് ഇതിനകത്തുണ്ട്. ഇതൊക്കെ എന്താ പറയുക ലീക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൽ ലിങ്കേജസ് പലയിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രതിഷേധങ്ങൾ അർഹിക്കുന്നത്. സോ ഇനി ഈ പറഞ്ഞ പോലെ ആധാർ പ്രോഗ്രാം ഈ പറഞ്ഞ 2009 നമ്മൾ ലോഞ്ച് ചെയ്തതാണ്. ഈ ലോഞ്ച് ബൈ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് UIDA എന്ന് പറയുന്നത്, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ടു പ്രൊവൈഡ് എ യൂണിക് ആൻഡ് എ വെരിഫൈഡ് ഐഡന്റിറ്റി ടു എവറി റെസിഡന്റ് ഓഫ് ഇന്ത്യ. എല്ലാ റെസിഡൻസിനും ഈ പറഞ്ഞ പോലെ യൂണിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോ മാൻഡറ്ററി ഫോർ എ നമ്പർ ഓഫ് ഗവൺമെന്റ് സർവീസസ്. ഇപ്പം നമ്മൾ പലപ്പോഴും ഓരോരോ ഗവൺമെന്റ് സർവീസുകളും അല്ലെങ്കിൽ സബ്സിഡികളും ഒക്കെ തന്നെ കിട്ടുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആധാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഇപ്പം പാൻ കാർഡ് ഒക്കെ നമ്മൾ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കണം, ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ആധാർ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഗവൺമെന്റിന്റെ അറിയിപ്പ് പ്രകാരം തന്നെ, അത് ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 2022 ഗവൺമെന്റ് നൽകിയ അറിയിപ്പ് പ്രകാരം മോർ ദാൻ 133 കോടി ആളുകൾക്ക് ആധാർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 99.9% അഡൾട്ട്സിനും ഈ പറഞ്ഞ പോലെ ആധാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 0.1% അഡൾട്ട് അവിടെ വിട്ടുപോയിട്ടുണ്ടല്ലോ. അപ്പം എല്ലാ ഇന്ത്യൻസിനും ഈ പറഞ്ഞ പോലെ ആധാർ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം നമുക്ക് പറയേണ്ടി വരും. ഈ പോയിന്റ് ഓർത്തിരിക്കണം, കാരണം ഇത് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കളർ മാറ്റി ഉദ്ദേശിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു നമ്മൾ ആ വാർത്ത വന്നിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഫർദർ കിടക്കാം. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് വോട്ടർ ഐ ഡി ബി ലിങ്ക്ഡ് വിത്ത് ആധാർ ടു കോമ്പാറ്റ് വോട്ടർ ഫ്രോഡ് എന്ന് വെച്ചാൽ, അതായത് വോട്ടർ ഐ ഡിയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് ചോദിച്ചു. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഐ മീൻ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മുമ്പ് ഒരു സമയങ്ങളിലും ആധാറും വോട്ടർ ഐ ഡി തമ്മിൽ ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് 2015. 2015 ഈ പറഞ്ഞ പോലെ വോട്ടർ ഐ ഡിയും ആധാർ തമ്മിൽ ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആസ് പാർട്ട് ഓഫ് നാഷണൽ ഇലക്ടറൽ റോൾ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഓതന്റിക്കേഷൻ പ്രോഗ്രാം. എന്തായിരുന്നു ഈ പ്രോഗ്രാം ചോദിച്ചാൽ, ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരോ ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നു. റീസെന്റ് ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും പാലക്കാട് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ മൾട്ടിപ്പിൾ ഈ പറഞ്ഞ ഒരേ വ്യക്തിയുടെ തന്നെ പേര് മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഈ പറഞ്ഞ പോലെ ഇലക്ടറൽ റോൾസിൽ വരുന്നത്, അതാണ് ഡ്യൂപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഒരു വ്യക്തി തന്നെ ചിലപ്പോൾ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എയിലും പുള്ളിയുടെ പേരുണ്ടാവും, അതുപോലെ കോൺസ്റ്റിറ്റ്യുവൻസി ബിയിലും ആ ആളുടെ പേരുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ റെസിഡൻഷിപ്പ് നോക്കിയിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ വീട്ടിലാണെങ്കിലും പേരൻസ് മേ ബി ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ സ്ഥലങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവിടങ്ങളിൽ പോയി ഇലക്ഷൻ സമയങ്ങളിൽ അവിടെ പോയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിക്കോസ് അവരുടെ പേരൊക്കെ കിടക്കുന്ന ജനറൽ ഇലക്ടറൽ റോളിനകത്ത് അവിടെയായിരിക്കും ജനിച്ച ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ കൂടുതൽ താമസിച്ച ആ ഒരു പ്രദേശമായിരിക്കും കിടക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഈ ഒരു ഇപ്പൊ നിലവിൽ താമസിക്കുന്ന ആ ഒരു പ്രദേശം അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പേര് ഒരുപക്ഷെ മാറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പേര് നമ്മൾ മാറ്റുമെന്ന് ചോദിച്ചു. മാറ്റി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനറൽ ഇലക്ടറൽ റോളിനകത്ത് നമ്മുടെ പേരുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ഥലത്തെ അവരവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും, ആ ഒരു എറർ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനറൽ ഇലക്ടറൽ റോളിനകത്ത് നമ്മുടെ പേരുണ്ടാവും, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനറൽ ഇലക്ടറൽ റോളിനകത്ത് നമ്മൾ പേരുണ്ടാവും. ഇങ്ങനെ വരുന്നതിനെയാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇത് സിസ്റ്റം എററും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എററും ഒക്കെ ആയിട്ട് പലപ്പോഴും വരാറുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ എറേഴ്സ് പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞ പോലെ ബോഗസ് വോട്ടിംഗ്, അല്ലെങ്കിൽ 2 തവണ വോട്ട് ചെയ്യുന്നതിന് പകരം അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കുള്ള വോട്ടിംഗ് പ്രോസസ്സിലേക്ക് ഇത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാറ്റാനായിട്ട് ആ ഒരു കുറച്ചുകൂടി ഈ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡെമോക്രാറ്റിക് പ്രോസസ് ആണല്ലോ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ജനങ്ങളിൽ അതിന്റെ വിശ്വാസ്യത ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2015 സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു നാഷണൽ ഇലക്ടറൽ റോൾ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഓതന്റിക്കേഷൻ പ്രോഗ്രാം. ഇതിന്റെ ഭാഗമായിട്ട് അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ
ആളുകളുടെ ആധാർ നമ്പറുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഫോർ ലിങ്കിങ് ദസ് ആധാർ ആൻഡ് വോട്ടർ ഐ ഡി, അതിന്റെ ഭാഗമായിട്ട് 32 കോടി ആധാർ നമ്പേഴ്സ് ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ സമയത്ത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കേസാണല്ലോ കേസ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. എന്താണ് കേസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ബിക്കോസ് നമ്മുടെ റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറിയ ഒരു കേസായിരുന്നു കേസ് പുട്ടുസ്വാമി കേസ്. അപ്പൊ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഈ ഒരു അന്നേരം ആ ടൈമിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു ആധാർ കളക്ട് ചെയ്യുന്നത് തൽക്കാലം നിർത്തിവെച്ചേക്കാം. ബിക്കോസ് വേറെ കൊണ്ടല്ല, ഈ ഒരു പുട്ടുസ്വാമി കേസിനകത്ത് ആധാറുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് പ്രധാനമായിട്ട് വന്നത്. അന്ന് കോടതി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആധാർ എന്ന് പറയുന്നത് ഗവൺമെന്റ് പരിപാടികൾക്കായിട്ട് ഗവൺമെന്റിന്റെ സബ്സിഡികളോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ആധാർ ഉപയോഗിക്കാനായിട്ട് പാടില്ല, അതിനെ ലിങ്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതി അന്നൊരു പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് പുട്ടുസ്വാമി കേസ് വാസ് ചാലഞ്ച് ദ വാലിഡിറ്റി ഓഫ് ആധാർ സ്കീം ആൻഡ് ആധാർ ആക്ട് ഓഫ് 2016. ഓക്കെ. ആൻഡ് 2015 സുപ്രീം കോടതി ആ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് ആൻഡ് ഓർഡർ പ്രൊഹിബിറ്റഡ് ആധാർ ഫ്രം ബീങ് യൂസ്ഡ് ഫോർ എനി പർപ്പസ് അതർ ദാൻ ദ സ്റ്റേറ്റ് ഫെസിലിറ്റേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ ആൻഡ് കുക്കിംഗ് ഫ്യൂവൽ സച്ച് ആസ് കെറോസിൻ ആൻഡ് LPG. ഈ കാര്യങ്ങൾക്ക് ഒഴിവാകെ ബാക്കി കാര്യങ്ങൾക്കൊന്നും തന്നെ ആധാറിന്റെ ലിങ്കേജ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ ഒരു കേസ് പുട്ടുസ്വാമി കേസിന്റെ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഫുഡ് ഗ്രെയിനോ അല്ലെങ്കിൽ കുക്കിംഗ് ഫ്യൂവലോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ആ പ്രോസസ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ദെൻ വീണ്ടും പക്ഷേ 2019 ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും ആ ഒരു ആധാർ ലിങ്കിങ് പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോവുകയുണ്ടായി. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം വന്നേക്കാം, ഒന്ന് സുപ്രീം കോടതി നിർത്തിവെക്കാൻ പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചിട്ട് വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സുപ്രീം കോടതി ഇതിൽ ഇടപെടത്തില്ലേ എന്ന് ചോദിച്ചേക്കാം. ഇടപെട്ടു. സുപ്രീം കോടതി വീണ്ടും ഇടപെട്ടു. അത് വീണ്ടും ഈ പറഞ്ഞ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. എന്തായിരുന്നു 2019 ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എല്ലാ ആളുകൾക്കും ഒരു ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ. ആ ഒരു ഫോമിനകത്ത് വേറൊന്നുമല്ല, നമുക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇഫ് യു ആർ ഹാവിംഗ് ആധാർ കാർഡ് ആ ആധാർ കാർഡ് ഫില്ല് ചെയ്യുക. ഇനി ആധാർ കാർഡ് ഇല്ല എങ്കിൽ അവിടെ ആധാർ കാർഡ് ഇല്ല എന്നുള്ളത് രേഖപ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ ഫില്ല് ചെയ്യുക. ഇനി ആധാർ കാർഡ് ഇല്ല എന്നാണെങ്കിൽ അവിടെ നിൽ എന്നുള്ളത് എഴുതി വെച്ചിരിക്കുക. ആധാർ കാർഡ് ഇല്ല എന്നുള്ള കോളത്തിൽ മാത്രം നമ്മൾ ടിക്ക് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാമത് ഒരാളെ വിട്ട് കളഞ്ഞില്ലേ, അതായത് ആധാർ കാർഡ് ഉണ്ട് പക്ഷേ പേര് വിവരങ്ങൾ നൽകാൻ താല്പര്യമില്ല, അതായത് ആധാർ നമ്പർ താല്പര്യമില്ല അങ്ങനത്തെ ഒരു കോളം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. സോ ഇതിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ പ്രോസസ്സിനെ അന്ന് കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് പറഞ്ഞാണ് ഫോം 60 അന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു ഫോമിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എയ്തർ പ്രൊവൈഡ് ആധാർ നമ്പർ ഓർ സേ ദാറ്റ് യു ഡി നോട്ട് പ്രോസസ് ആധാർ നമ്പർ. ആ ഒരു രണ്ട് കോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയി. അങ്ങനെ ഈ പറഞ്ഞ പോലെ കോടതി ഇടപെട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രോസസ്സ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഈ പറഞ്ഞ പോലെ നിലവിൽ അത് ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം റീസെന്റ് ഇപ്പം ഡൽഹിയിൽ ഇലക്ഷൻസ് നടക്കാൻ പോവുകയാണ്. അപ്പൊ ആ ഇലക്ഷൻസുമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ബോഗസ് വോട്ടിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ വോട്ടിംഗ്സ് ഈ പറഞ്ഞ പോലെ അതിനെ തടയണം എന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ ഒരു കാര്യം മുന്നോട്ട് വന്നിരിക്കുന്ന കാര്യം നോക്കുക. പക്ഷേ ഈ ഒരു കാര്യം നടത്തുന്നതിനകത്ത് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ ചലഞ്ചസും ഒരുപാടുണ്ട്. അത് നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ചിരിക്കാം. ഇങ്ങനെ ലിങ്കേജസ് സംഭവിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ലിങ്കേജസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു മൾട്ടിപ്പിൾ കോൺസ്റ്റുവൻസീസ് ഒരു വ്യക്തിയുടെ തന്നെ പേര് വരുന്ന ആ ഒരു കാര്യം നമുക്ക് കുറച്ചുകൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഡ്യൂപ്ലിക്കേഷൻ കുറച്ചുകൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടെ നമ്മുടെ ഇലക്ട്രൽ റോൾസിന്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് വിശ്വാസ്യത, ആളുകൾക്കുള്ള വിശ്വാസ്യതയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നുമില്ല, ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും നിലവിൽ ഈ പറഞ്ഞ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ NRIകൾക്കൊക്കെ തന്നെ വോട്ട് കൊടുക്കാനുള്ള ഒരു അവസരം. ഓക്കെ. NRIകൾ നിലവിൽ നമുക്കറിയാം ഇന്ത്യൻസ് ആണ്, പക്ഷെ അവർക്ക് ഈ പറഞ്ഞ ഇന്ത്യയിൽ നിലവിൽ അവർ ഇല്ലാത്തത് കാരണം നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസീസ് നേരിട്ട് ഒന്ന് വോട്ട് ചെയ്യണമല്ലോ. പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം ഒക്കെ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് നിലവിൽ നമ്മൾ അലൗ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റീസെന്റ് നമ്മൾ വാർത്തകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NRIകൾക്ക് അവരെവിടെയാണോ താമസിക്കുന്നത്, അവരെവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ കോൺസുലേറ്റിൽ പോയിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ്. പക്ഷെ അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ പോസ്റ്റൽ സിസ്റ്റത്തിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയമൊക്കെ അത്യാവശ്യം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. ബിക്കോസ് കോൺസുലേറ്റ് എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നില്ലാത്ത കാരണം തന്നെ ഗവൺമെന്റ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതെങ്ങനെ തൽക്കാലം പ്ലാൻ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാം ഈ ഒരു ആധാറും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് തരും. ബിക്കോസ് അവിടങ്ങളിലാണെങ്കിലും ആധാറായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഒരു വ്യക്തിയാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് എൻട്രി
വരുന്നില്ല എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു വോട്ടർ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എസ്പെഷ്യലി ഇപ്പം ബംഗാളിലൊക്കെയുള്ള ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിലും അവിടങ്ങളിൽ ഇലക്ഷൻ നടക്കും, ഇവരുടെ ബംഗാളിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോഴേക്കും പോകാറില്ല പലപ്പോഴും, ബിക്കോസ് ആ യാത്രാ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് കണ്ടിട്ടാണ്. പക്ഷേ ഇവർക്ക് ഇവിടെ തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. ആ ആധാർ നമ്പറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വെക്കുവാണെങ്കിൽ അവർ ഡൊമസ്റ്റിക് മൈഗ്രൻസിനൊക്കെ തന്നെ അത് ഒരുപാടധികം ഇപ്പം ഹെൽപ്ഫുൾ ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസുകളുണ്ട്. സോ അതൊക്കെ കണക്കെടുക്കുമ്പോഴേക്കും നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് അഡ്വാൻറ്റേജ് ആണെന്ന് നമ്മൾ ബേസിക്കലി പറയാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പോയിന്റ്. ഇന്ത്യയിൽ എല്ലാ ആളുകൾക്കും ആധാർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആളുകൾ ആധാർ കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ നാളെ നമ്മൾ ഈ പറഞ്ഞ ആധാറും ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആധാർ ഇല്ലാത്ത ആളുകൾക്ക് ഇനി മുതൽ വോട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറുക. ബിക്കോസ് റൈറ്റ് ടു വോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് നമ്മൾ മാറിയിരിക്കുന്ന, അപ്പൊ അതിൽ നിന്നും ആളുകളെ ഈ പറഞ്ഞ പോലെ മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നിലവിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ വോട്ടർ ഐ ഡി പോലും കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടാകത്തില്ല. അപ്പൊ നിലവിൽ ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ അഡൽസിനും വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും പറ്റത്തില്ല. അപ്പൊ വോട്ടർ ഐ ഡി ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. ഇനി മുതൽ അതിന്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. ആധാറും കൂടെ ഇല്ലാത്ത ആളുകളും കൂടെ ഇതിനകത്തോട്ട് കയറി വന്നു കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ഡെമോക്രാറ്റിന്റെ ഏറ്റവും വലിയ പ്രോസസ്സായ ഇലക്ഷനിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസും ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻ സ്ലൈഡ് ഒക്കെ തന്നെയായിട്ട് മനസ്സിലാക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ദെൻ നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇന്ത്യൻ റിസർച്ചേഴ്സ് ഡെവലപ്പ് ഇഞ്ചക്ടബിൾ ഹൈഡ്രോജൽ ഫോർ ടാർഗറ്റഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാർഗറ്റഡ് ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു മരുന്നിന്റെ ഈ പറഞ്ഞ പോലെ കണ്ടുപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹട്ടിയും അതുപോലെ തന്നെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇഞ്ചക്ടബിൾ ഹൈഡ്രോജൽ ഈ പറഞ്ഞ പോലെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. അതാണ് ടാർഗറ്റഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഒരു ആർട്ടിക്കിളിലേക്ക് കിടക്കുന്ന മുമ്പ് നമുക്കൊരു ബേസിക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. സോ ക്യാൻസർ നമുക്കറിയാം ഇപ്പം നമ്മുടെ രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസ് ആണ് ഈ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു നാഷണൽ ക്യാൻസർ രജിസ്റ്റർ ഡേറ്റ പ്രകാരം 2022 മാത്രം ഇന്ത്യയിൽ ഡിറ്റക്ട് ചെയ്യപ്പെട്ടത് 14.6 ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് 2021 14.2 ആയിരുന്നു, 2020 13.9 ആയിരുന്നു. ബിക്കോസ് ഒരു വർഷം കഴിയുമ്പോൾ അതിന് ഇൻക്രീസ് ഉണ്ട് എന്നുള്ളതാണ് ആ ഡേറ്റ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല ക്യാൻസർ മൂലം മരണമടയുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 8.8 ലക്ഷം ആളുകളാണ് ഈ പറഞ്ഞ പോലെ മരണമടഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിവേ എന്താണ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിസീസ് ഇൻ വിച്ച് സം ഓഫ് ദ ബോഡി സെൽസ് ഗ്രോ അൺകൺട്രോളബിളി ആൻഡ് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. അതായത് നോർമലി നമുക്കറിയാം നമ്മുടെ മനുഷ്യരും എല്ലാം കോശങ്ങൾ, അതായത് സെല്ല് കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ പോലെ ഏജ്ഡ് ആയി കഴിയുമ്പോഴേക്കും, ഓൾഡ് ആയി കഴിയുമ്പോഴേക്കും ഇവ തന്നെ നശിച്ച് ഈ പറഞ്ഞ പോലെ ഇല്ലാണ്ടാകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ സ്ഥാനത്ത് പുതിയ സെല്ലുകൾ വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു നോർമൽ പ്രോസസ് എന്ന് പറയുന്നത്. അത് പ്രായമാകുന്ന ഓൾഡ് ആയിട്ടുള്ള സെല്ലുകൾ നശിച്ചു പോകുന്നു, ആ സ്ഥാനത്ത് പുതിയ സെല്ലുകൾ വളർന്നു വരുന്നു. ഈ ഒരു പ്രോസസ്സ് ബ്രേക്ക് ഡൗൺ ആയി അബ്നോർമൽ അല്ലെങ്കിൽ ഡാമേജ്ഡ് സെല്ലുകൾ വീണ്ടും ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ആ ഒരു ക്യാൻസർ ഈ പറഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഭാഗത്തായിരിക്കും അത് രൂപപ്പെടുന്നതൊക്കെ തന്നെ. പക്ഷെ നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റേഡിയോളജി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കീമോതെറാപ്പി. ഓക്കെ, കീമോതെറാപ്പി. ഈ രണ്ട് ടൈപ്പാണ് നമുക്ക് നിലവിൽ ട്രഡീഷണലി ഇവിടെ ഉള്ളത്. ഒന്ന് റേഡിയോളജി പ്രോസസ് അല്ലെങ്കിൽ കീമോതെറാപ്പി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ രണ്ടെണ്ണം റേഡിയോളജി ആയാലും കീമോതെറാപ്പി ആയാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റഡ് അല്ല. അത് ഒരു പർട്ടിക്കുലർ, ഇപ്പം ശരിക്കും ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ലിവറിലാണ് അത് ബാധിച്ചിരിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റേഡിയോളജി ചെയ്യുമ്പോൾ ആ ഒരു മനുഷ്യ ശരീരത്തെ ആ ഒരു സ്ഥലത്തിനെ ഒന്നാകെയാണ് റേഡിയേഷൻ അടിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓർഗനെ മാത്രമായിരിക്കത്തില്ല അത് ബാധിക്കുന്നത്, മറ്റ് അതിന് സമീപമുള്ള ഓർഗൻസിനെയും കൂടെ അത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ വളരെ കൂടുതൽ. ഇനി കീമോതെറാപ്പി ചെയ്യുമ്പോഴേക്കും പറഞ്ഞാൽ ബ്ലഡിലൂടെ ഡ്രഗ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ പോകുന്ന വഴിക്കുള്ള സെല്ലുകളെ ഒക്കെ തന്നെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഓൾഡ് സെല്ലിനെ മാത്രമല്ല പോകുന്ന വഴിക്കുള്ള സെല്ലുകളെ ഒക്കെ തന്നെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പ്രോസസ്സും ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന വ്യക്തികളിൽ ഒരുപാടധികം സൈഡ് ഇമ്പാക്റ്റുകൾ നമുക്ക് കാണേണ്ടി വരുന്നത്. ഇതിനുള്ള പരിഹാര നിലയിൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ടാർഗറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് മെത്തഡോളജി. ഇപ്പൊ നിലവിലുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്, ആദ്യത്തൊന്നുമല്ല, ഓൾറെഡി ഉണ്ട് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് മെത്തഡോളജീസ് ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ സമൂഹ ക്യാൻസർ ട്രീറ്റ്മെന്റ് മെത്തഡോളജീസ് നോക്കുവാണെങ്കിൽ, ടാർഗറ്റിൽ നോക്കുവാണെങ്കിൽ ടാർഗറ്റ് ഓൾറെഡി ഇപ്പം എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. അതായത് ഫ്യൂവർ സൈഡ് ഇമ്പാക്ട് ആയിരിക്കും. ബിക്കോസ് എവിടെയാണോ നമ്മൾ ആ ക്യാൻസർ ചെയ്യേണ്ടത്, മീൻസ് അതിനെ അറ്റാക്ക് ചെയ്യേണ്ടത്, ആ ഒരു പ്രദേശത്തേക്ക് മാത്രമായിരിക്കും ആ ട്രീറ്റ്മെന്റ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സൈഡ് ഇമ്പാക്റ്റുകളും കാര്യങ്ങളും വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമതൊരു ട്രീറ്റ്മെന്റ് മെത്തഡോളജി നമുക്കുള്ള ഇമ്മ്യൂണോ തെറാപ്പിയാണ്. വിച്ച് മീൻസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ
ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തഡോളജിയാണ്. ഡ്രഗ്സുകൾ മീൻസ് അതിനെ ടാർഗറ്റ് ചെയ്യാതെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൂടുതലായിട്ടും പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ആ ഒരു ക്യാൻസർ സെല്ലുകൾ അറ്റാക്ക് ചെയ്ത് കുറയ്ക്കുന്നതിനാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ടാർഗറ്റഡ് ക്യാൻസർ ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ്. നിലവിൽ നമ്മുടെ നാട്ടിലുള്ള ടാർഗറ്റഡ് ക്യാൻസർ ഡ്രഗ്സ് റീസെന്റ് വാർത്തയുണ്ടായിരുന്നു. 3 ഡ്രഗുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവയുടെ വില കുറയ്ക്കാനായിട്ട്. കാരണം വില നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ മതി. നിലവിൽ നമ്മുടെ ഉള്ള ഇതിന്റെ പേരുകൾ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നിവ ഈ പറഞ്ഞ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതിന് ട്രാൻസ്റ്റുബാൻ, ഡെറുക്സ്റ്റിക്കാൻ എന്നൊക്കെ പറയുന്ന ഒരു ഡ്രഗ്സ് ഉണ്ട്. ആ ഒരു ഡ്രഗ് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ഡ്രഗ് കണ്ടോ, ഒരു പെർ വയൽ ഇതിന് വേണ്ടത് 1.6 lakh rupees ആണ്. അപ്പൊ അത് വലിയ കോസ്റ്റ് കൂടുന്ന ഒരു സാധനം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്ത്യയിലെ ക്യാൻസർ പേഷ്യൻസിന് ഡെത്ത് കൂടുന്നതിന്. ബിക്കോസ് ഇങ്ങനെയുള്ള മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാറില്ല. ഫിനാൻഷ്യലി പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഈ ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് ഇപ്പം ഇത് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉപയോഗിക്കുന്ന മരുന്നാണ്. ബിക്കോസ് ഇത് ഞാൻ ഒരു സ്ലൈഡ് കൂടെ കാണിക്കാം. ഇതാണ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ കേസസ് ഇന്ത്യയിൽ ലൈഫ് ടൈമിൽ 1 in 9 ഇന്ത്യൻസ് വിൽ ഡെവലപ്പ് ക്യാൻസർ എന്നുള്ളതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഇൻസിഡൻസ് കൂടുതൽ ആർക്കിലാണ്? സ്ത്രീകളിലാണ് കൂടുതൽ. 1 ലക്ഷം സ്ത്രീകളിൽ ഈ പറഞ്ഞ പോലെ 103.6 സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു മെൻ ദാറ്റ് ഓഫ് 94.1. ഇനി സ്ത്രീകളിലാണെങ്കിലും കൂടുതൽ കണ്ടുവരിക്കുന്ന ക്യാൻസർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ്, സെർവിക്സ്, ഓവറി, യൂട്രസ് ആൻഡ് ലങ് ക്യാൻസേഴ്സ് ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പൊതുവിൽ പറയുകയാണെങ്കിൽ ലങ്സ്, മൗത്ത്, പ്രോസ്റ്റേറ്റ്, ടങ്, സ്റ്റൊമക്കുകളിലൊക്കെയാണ് കൂടുതലും ക്യാൻസേഴ്സ്. സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഇത് വരുന്നത്. ഇത് നമുക്ക് ഇനി അടുത്ത ഈ ഒരു സ്ലൈഡിനകത്ത് ഡ്രഗ്സിന്റെ പേരിലേക്ക് വരാം. ഇതിൽ ഈ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനുള്ള ഡ്രഗ് ആണ്. ഇതിന്റെയാണ് നമ്മൾ പറഞ്ഞ പെർ വയൽ 1.6 lakh rupees ആണ് കോസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഈ പറഞ്ഞ ലങ് ക്യാൻസേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഓസ്മിറ്റിനിബ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി കണ്ടോ 10 പിൽസിന്റെ ഇതിനൊരു സ്ട്രിപ്പ് ഈ മരുന്നിന് വരുന്നതാണ് 1.5 lakh rupees. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ വില കൂടുതലാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക്. അത് കുറച്ചുകൂടെ അഫോർഡബിൾ ആക്കാനായിട്ടാണ് ഗവൺമെന്റ് നിലവിൽ കാരണം ഇത് ഇന്ത്യയിലല്ല, പുറത്ത് ഇങ്ങോട്ടേക്ക് വരുന്നവയാണ്. അതിന്റെ കസ്റ്റംസ് ഡ്യൂട്ടിയിലും കാര്യങ്ങളും ഇളവ് കൊടുത്തിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരെണ്ണം പറയുവാണെങ്കിൽ അത് ലങ് ക്യാൻസേഴ്സിനെ തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. അതിനും പറയുകയാണ് 1.5 lakh rupees ആണ് 10 ml വയലിന് അതിന് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ എനിവേ ഇങ്ങനെയുള്ള ടാർഗറ്റഡ് ക്യാൻസർ ഡ്രഗ്സ് വളരെ വില കൂടുതലാണ്. ഈ സമയത്താണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ നമ്മൾ ഇതുപോലൊരു മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും. അതിന്റെ പേരാണ് ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ എന്ന് പറയുന്നത്. അതായത് എവിടെയാണോ ക്യാൻസർ ഒരു സെൽസ് ഉള്ളത് അവിടത്തേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഹൈഡ്രോജൽ ഡ്രഗ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അത് ടാർഗറ്റഡ് ആണ്. ബിക്കോസ് ആ സ്ഥലത്തേക്ക് മാത്രമേ ചെല്ലുകയുള്ളൂ. അതായത് ഈ പറഞ്ഞ പോലെ ഇതാണ് ഒരു മനുഷ്യരിൽ ഈ ഒരു പ്രദേശത്താണ് ഒരു നമ്മുടെ ക്യാൻസർ സെൽസ് ഉള്ളതെങ്കിൽ അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണം. ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും അതിന്റെ ഈ തൊട്ട് സൈഡിലുള്ള ചെറിയ പ്രദേശങ്ങളെ മാത്രമേ അഫക്ട് ചെയ്യുള്ളൂ. മൊത്തത്തിലുള്ള ശരീരങ്ങൾ അല്ലെങ്കിൽ മൊത്തമുള്ള കുറെ പ്രദേശങ്ങളെ അത് അഫക്ട് ചെയ്യുന്നത് തടയാനായിട്ട് സാധിക്കും. അതാണ് ടാർഗറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. അപ്പൊ അത് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കൂടുതലും പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാവുന്ന കാര്യമാണ്. അതായത് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മോൺ ചെയ്യണം. ഗവൺമെന്റ് റിപ്പോർട്ട് റിവീൽസ് സ്റ്റാർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ് ഇൻ ഇന്ത്യൻ സ്കൂൾസ്. അതായത് ഗവൺമെന്റ് റിപ്പോർട്ടായ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ. യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ റിപ്പോർട്ട്. അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് പ്രകാരമുള്ള ഡേറ്റാസ് ആണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 14.71 ലക്ഷം സ്കൂളുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബോത്ത് ഗവൺമെന്റ് ആസ് വെൽ ആസ് പ്രൈവറ്റ് സ്കൂളുകൾ 14.71 ലക്ഷം സ്കൂളുകളുണ്ട്. ഇതിനകത്ത് വെച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളാണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നത് ഈ 14.71 ലക്ഷം സ്കൂളുകളിൽ up to 1.52 lakh schools have no functional electricity. അതായത് ആ സ്കൂൾ 1.5 ലക്ഷം സ്കൂളുകളോളം ഫങ്ഷണൽ ഇലക്ട്രിസിറ്റി അവിടെ ഇല്ല. അതായത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മീൻസ് ചൂട് കാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ 1.5 ലക്ഷം സ്കൂളുകളിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഇല്ല. ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും നമുക്കറിയാം സ്കൂളുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളുകളിൽ അതൊന്നും നടപ്പാക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരും. ഇനി ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ ഈ കൂടുതലും സ്കൂളുകളിൽ 14.71 ലക്ഷം സ്കൂളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 14.71 ലക്ഷം സ്കൂളുകളിൽ 10.17 ലക്ഷം സ്കൂളുകൾ ഗവൺമെന്റ് റണ്ണുകളും ബാക്കി 9.12 ലക്ഷം സ്കൂളുകളാണ് ഈ പറഞ്ഞ പോലെ ബാക്കി 10.17 ലക്ഷം സ്കൂളുകൾ ഗവൺമെന്റും ബാക്കി 4.71 ലാക്ക് സ്കൂളുകൾ 4 ലാക്ക് സ്കൂളുകൾ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് റൺ സ്കൂളുകൾസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ 1.52 ലാക്ക് ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളത്. അതിൽ തന്നെ മജോറിറ്റി പറയുവാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലാണ് കൂടുതലും അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം വരുന്നത്. പ്രൈവറ്റ് സ്കൂളുകളിൽ ഇല്ല എന്നുള്ള ഒരിക്കലും വരുന്നില്ല. രണ്ടിടത്തും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ അടുത്തതായിട്ട് പറയുവാണെങ്കിൽ
അപ്പാർട്ട് ഫ്രം ഗവൺമെന്റ് റൺ സ്കൂൾസ് ദർ ആർ 4.5, അത് ഓൾറെഡി പറഞ്ഞു 4.54 ലാക്ക് സ്കൂൾസ് പ്രൈവറ്റ് റൺ ഉണ്ട്, ഗവൺമെന്റ് എയ്ഡഡ് ഒക്കെ ആയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ 4.54 ലാക്ക് പ്രൈവറ്റ് ഒക്കെ ആയിട്ടുള്ളതിനകത്ത് 4 ലാക്കും ഈ പറഞ്ഞ പോലെ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ ഏകദേശം ഈ പറഞ്ഞ 40,000 സ്കൂൾസിൽ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് റൺ സ്കൂൾസിലും ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തതായിട്ട് വാട്ടർ ഫെസിലിറ്റി, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്. ഈ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ 14.71 ലാക്ക് സ്കൂളുകളിൽ 14.47 ലാക്ക് സ്കൂളുകളിൽ മാത്രമേ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉള്ളൂ അതെന്നുള്ള കാര്യം ഓർക്കണം. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉള്ളൂ. അതിൽ തന്നെ 14.11 ലാക്ക് സ്കൂൾസ് ആണ് ഡ്രിങ്കിങ് വാട്ടർ ഫംഗ്ഷണൽ ഫെസിലിറ്റി ഉള്ളൂ. അതായത് മേ ബി ടാപ്പോ കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും, പക്ഷെ അവിടെ വെള്ളം കിട്ടുന്ന എത്ര സ്കൂളുകൾ മാത്രമേ ഉള്ളൂ? 14.11 ലക്ഷം സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നോക്കുമ്പോൾ ആവശ്യത്തിന് കുടിവെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ ഈ പറഞ്ഞ ഹെൽത്ത് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയുവാണെങ്കിൽ ടോയ്ലറ്ററി ഫെസിലിറ്റീസ്. ടോയ്ലറ്ററി ഫെസിലിറ്റീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ മൊത്തം 14.71 ലക്ഷം സ്കൂളുകളിൽ 14.5 ലക്ഷം സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ എന്തിന്റെ അവസ്ഥയുള്ളൂ? ടോയ്ലറ്ററി ഫെസിലിറ്റീസ് ഉള്ളൂ. ഇതൊക്കെ കാരണമാണ് ഇന്ത്യയിൽ പലപ്പോഴും സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോ കുറഞ്ഞു നിൽക്കുന്നത്. ബിക്കോസ് എസ്പെഷ്യലി ഗേൾ ചൈൽഡ്സിലേക്കാണ് സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോ കുറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടോയ്ലറ്ററി ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ മെയിൻ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗേൾ ചൈൽഡ്സിന്റെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ കൂടുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഓക്കെ, ഫംഗ്ഷണൽ ടോയ്ലറ്റ്സ് ഇല്ലായ്മയൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. സോ അതേപോലെ തന്നെ കണ്ടീഷൻ ഇസ് മച്ച് വേഴ്സ് വെൻ ഇറ്റ് കംസ് ടു പ്രൊവൈഡ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഫെസിലിറ്റീസ്. ഓക്കെ, ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഓൺലി പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ 10 ലക്ഷം ഗവൺമെന്റ് സ്കൂളിൽ 3.37 ലക്ഷം സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ് ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ ഇക്വാളിറ്റി ഒന്നും നമുക്ക് നിലവേറ്റാൻ പറ്റത്തില്ല. ഇപ്പം ഡിസേബിൾഡ് ആളുകളെ നമ്മൾ ചേർത്ത് നിൽക്കുമ്പോഴാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഒക്കെ തന്നെ ഒരുപാടധികം മോശമാകുന്ന രീതിയിൽ കുറയാനായിട്ടൊക്കെയുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ഒക്കെ തന്നെ കൂടാനായിട്ടുള്ള സിറ്റുവേഷൻസും ഇത് വഴിതെളിക്കുന്ന കാര്യം നോക്കാം. പിന്നെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആ ഒരു ഡേറ്റാസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഓവർ ദ കൗണ്ടർ അണ്ടർ ദ റഡാർ ക്യാൻ പാരസെറ്റമോൾ ബിക്കം ഫേറ്റൽ എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം വേറെ ഒന്നുമല്ല, US ലിവർപൂളിലെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞ പോലെ പാരസെറ്റമോളിന്റെ ഓവർ ഡോസേജ് മൂലം മരണമടഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയൊരു തലവേദന അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മളാണെങ്കിലും കൂടുതലും ഇൻടേക്ക് ചെയ്യുന്ന പാരസെറ്റമോൾസ് ആണ്. ആ പാരസെറ്റമോൾ പോലും 500ന്റെ അല്ല പലപ്പോഴും നമ്മൾ കഴിക്കാറുള്ളത്, ഡോളോ പോലുള്ള 650ന്റെ ഒക്കെയാണ് പലപ്പോഴും നമ്മൾ ഇൻടേക്ക് ചെയ്യാറുള്ളത്. അപ്പൊ ഇങ്ങനെ ചെറിയ അസുഖങ്ങൾക്ക് പോലും നമ്മൾ ഈ പാരസെറ്റമോൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 500 പോലും നമുക്കിപ്പം ഏൽക്കാതെ വരുന്നത്. നമ്മുടെ മനുഷ്യരത്തിൽ അത് പിടിക്കാതെ വരുന്നതിന്റെ സിറ്റുവേഷൻസ് പ്രശ്നങ്ങളും അത് തന്നെയാണ്. ഇനി ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഈ പറഞ്ഞ പാരസെറ്റമോൾ കഴിക്കുന്ന ആളുകളും ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്ന ഡേറ്റാസ് ആണ്. ഓൺ ആൻ ആവറേജ് ഈ പറഞ്ഞ പോലെ ഇതിപ്പം US എലോൺ, ഇപ്പൊ ഇന്ത്യയിൽ ഇതിന്റെ കണക്കൊന്നും എടുക്കാത്താറ് നമുക്ക് അറിയത്തില്ല. US കണക്ക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഓവർ ഈ പറഞ്ഞ പോലെ ഏകദേശം 60,000 എമർജൻസി ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഈ പാരസെറ്റമോളിന്റെ ഓവർടേക്ക് മൂലം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ US ശരാശരി ഓരോ വർഷവും 500 മരണങ്ങളാണ് പാരസെറ്റമോളിന്റെ ഓവർടേക്ക് മൂലം ഉണ്ടാകുന്നത്. ബിക്കോസ് പാരസെറ്റമോൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് അത് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ടോക്സിൻസ് ഈ പറഞ്ഞ ഡെവലപ്പ് ആകുകയും അതുപോലെ ഈ പറഞ്ഞ പോലെ മനുഷ്യരീരങ്ങളിൽ പ്രശ്നം ഉണ്ടാകുകയും മരണമടയുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ശരാശരി ഒരു അഡൽട്ടിന്റെ ഒരു സേഫ് ഡോസേജ് ഓഫ് പാരസെറ്റമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 grams per day ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ പാരസെറ്റമോൾസും കാര്യങ്ങളും കഴിക്കുമ്പോഴേക്കും ഒരു ദിവസം ഇതിൽ മുകളിലേക്ക് നമ്മൾ കഴിക്കുന്നുണ്ടെന്നുള്ളത്. അഡൽട്ടിന്റെ ശരീരങ്ങളിൽ താങ്ങാൻ പറ്റുന്ന പാരസെറ്റമോൾ അളവ് എന്ന് പറഞ്ഞാൽ 4 grams per day ആണ്. ഇനി കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിരിക്കും. ബോഡി വെയിറ്റിനകത്ത് പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് വെച്ചിട്ട് 140 mg താങ്ങാൻ പറ്റുള്ളൂ, 140 മില്ലിഗ്രാമേ താങ്ങാൻ പറ്റുള്ളൂ പെർ കിലോഗ്രാം ഓഫ് ദ ബോഡി വെയിറ്റ് വെച്ചിട്ട്. അവരുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഡൽറ്റിനെ സംബന്ധിച്ച് ഒരു ദിവസം 4 grams പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പലരും ചിലപ്പം 4ന് മുകളിലേക്ക് 5 or 6 ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടാവും. 4ന് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കാണ് ഈ ടോക്സിൻസ് നമ്മുടെ ശരീരങ്ങളിൽ ഡെവലപ്പ് ആകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കാണ് അത് മരണത്തിലേക്ക് പോകുന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു ഡേറ്റ ഇതിനകത്ത് മെയിൻലി നമ്മൾ നോക്കേണ്ട ഈ ഒരു ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാനുള്ള. നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്, ഫിലിംസിന്റെ ക്വസ്റ്റൻ ആണ്. ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റീസിമിംഗ് ക്വസ്റ്റൻ ആണ്. ഇത് ശ്രദ്ധിക്കാൻ, നോട്ട് കറക്റ്റ് ആണ് ചൂസ് ചെയ്യണം കേട്ടോ. നോട്ട് കറക്റ്റ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണ് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.